ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. എന്നെ ഒന്നിൻ്റെ പേര് ആരും ടോർച്ചർ ചെയ്യണ്ട. ഞാൻ ആരോടും ഒന്നിൻ്റെ പേരിൽ ഒന്നും പറയാനും വന്നിട്ടില്ല. ഞാനും എൻ്റെ കുട്ടികൾ എങ്ങനെ കഴിയണമെന്ന് ഇവിടെ ആരും തിരക്കാനും വന്നിട്ടില്ല. ഇപ്പം എല്ലാവരും കൂടെ പറഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് ഇത്രയും നാളും കാത്തിരുന്നിട്ട് എനിക്കൊരു വീട് കിട്ടാത്തത് കൊണ്ട് ബന്ധുക്കളാവട്ടെ നാട്ടുകാരാവട്ടെ പല സഹായങ്ങളും കൊണ്ട് വീട് ഇതുവരെ എത്തി. ഞാൻ യൂട്യൂബ് ചാനലിൽ അനാവശ്യ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ശരിയെന്ന് നല്ല കാര്യങ്ങളാണ് എന്ന് ചെയ്യുന്ന കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ യൂട്യൂബ് ചാനൽ പല ഉസ്താക്കന്മാർ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണം, പല ഇത്താമാരും കൊണ്ടുപോകണം, ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണം. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ഹറാമല്ല. അതിനകത്ത് ഈ പരസ്യം കണ്ട് അതിൻ്റെ ഏണിങ്സ് വന്ന് അതിനകത്ത് എത്രയോ പേര് രക്ഷപ്പെടുന്നവരുണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ ഓരോ ന്യൂസുകൾ അറിയണതും ഓരോ കാര്യങ്ങൾ അറിയണതും ഓരോ കുക്കിംഗ് അറിയണതും എല്ലാം യൂട്യൂബ് ചാനൽ വന്നിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം, ഞാൻ വേറെ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു പെണ്ണാണ്. എനിക്ക് ആരെങ്കിലും 5 പൈസ തന്നിട്ടാണ് മര്യാദ പഠിപ്പിക്കാൻ വരികയാണെങ്കിൽ ഞാൻ ഓക്കെ കേട്ടോളും. പക്ഷെ അല്ലാത്ത പക്ഷത്തോളം ആരിനി ബാഡ് കമൻറ്റ് പറഞ്ഞാൽ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ എൻ്റെ നാട്ടുകാർക്ക് കുറേ പേർക്ക് സഹിക്കാൻ പറ്റാണ്ടിരിക്കുന്ന കുറേ കാരണങ്ങളുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഈ നാട്ടുകാരെങ്കിലും ആണോ തരുന്നത്, ചിലവിന് തരുന്നത്? അതെ, ഈ ബന്ധുക്കൾ ആരെങ്കിലും ആണോ തരുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചും എനിക്ക് ആരെങ്കിലും സഹായങ്ങൾ ചെയ്തും എന്നിട്ടാണ് ഞാൻ ഈ മക്കൾക്ക് ഭക്ഷണവും മേടിച്ചു കൊടുത്ത് വാടകയും കൊടുത്ത് 1 രൂപ നിവർത്തിയില്ലാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഈ മക്കളെ മുന്നോട്ട് കൊണ്ടുപോയതാണ് ഒറ്റയ്ക്ക് ചേർത്ത് പിടിച്ചിട്ട്. എനിക്ക് ആരും ഇല്ലായിരുന്നു, ഈ കണ്ട ആരും ഇല്ലായിരുന്നു. എനിക്ക് നീ തിന്നാ കുടിച്ചാന്ന് ചോദിക്കാൻ ആരും ഇല്ലായിരുന്നു. എല്ലാവർക്കും അറിയാമായിരുന്നു ഞാനൊരു ഭർത്താവില്ലാതെ ഒരു കഴിയുന്നൊരു പെണ്ണാണ്, അല്ലെങ്കിൽ അവൾക്ക് 3 കൊച്ചുങ്ങളുണ്ട്. കുറ്റം പറയാൻ എല്ലാവരും ഉണ്ട്. ഈ യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വല്ലാഹി നിങ്ങളുടെ അടുത്തൊരു സത്യം ഇട്ടിട്ടൊരു കാര്യം പറയാണ്, ഇനി ആരെൻ്റെ കൂടെ സഹകരിച്ചാലും ഇല്ലെങ്കിൽ ശരിയെന്ന് ഞാൻ ആരുടെ ഒരു ഫോൺ വിളിക്കുകയോ ഒരാരെ പോലെ ഞാൻ ഒന്ന് കോണ്ടാക്റ്റോ ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു, ഞാനും എൻ്റെ കുട്ടികളും. കാരണം വെച്ചാൽ ഞാൻ ഒന്നീ എങ്ങോട്ടെങ്കിലും പോകും, അല്ലെങ്കിൽ ഞാൻ മരിക്കേണ്ടുന്നൊരവസ്ഥ വന്നില്ല. ഇവിടെ വരെ എത്തിയത് പടച്ചോ സത്യം നിങ്ങളാണ്. അതുകൊണ്ട് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിന് വിരുദ്ധമായൊരു കാര്യമോ വേറെ ഒന്നുമല്ല. പിന്നെ എൻ്റെ മുഖം കാണിച്ചിട്ടുള്ള വീഡിയോ അത് നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ എത്രയോ പേര് ചെയ്യുന്നു. ഇപ്പം ഞാൻ മാത്രം ചെയ്യുന്നതിന് മാത്രം ഇത്ര പ്രത്യേകത എന്താ? എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ അന്യപുരുഷൻ പുറത്ത് പോയാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, അന്യ സ്ത്രീയെ നിങ്ങൾ കാണുന്നില്ലേ? അന്യപുരുഷനെ നിങ്ങൾ കാണുന്നില്ലേ? ആരും ഒന്നും കാണുന്നില്ല, എല്ലാം മുഖം താത്തി നടന്നാ പോണത്. നമ്മൾ കാണും, സ്കൂളിൽ ചെന്നാലും ആണും പെണ്ണും സാറന്മാരെ കാണും, കടയിൽ പോയാലും ആണും പെണ്ണും കാണും എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ ചാനൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയല്ല. അവരോരോ കാര്യങ്ങൾ കണ്ട് ചിലപ്പോൾ സഹായിക്കാൻ പറ്റുന്ന എനിക്ക് യൂട്യൂബ് വഴി സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് 1 രൂപ മഴ പിടിച്ചിട്ട് ഒരു ഉടുതുണി പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടം വരെ എത്തിയതാണ്. എനിക്ക് ഒരുപാട് സങ്കടവും പ്രയാസവും എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നിട്ട് ഞാനിത് ആരടുത്തും പറയണില്ല. എൻ്റെ ബന്ധുക്കളുടെ അടുത്തുണ്ട്, എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മ വാപ്പാരുടെ അടുത്ത് പോലും ഞാൻ പറയണില്ല. ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കും പടച്ചോനിക്ക് മാത്രം അറിയാം. എന്നെ പോലെ അല്ല വേറൊരു പെണ്ണായിരുന്നു എങ്കിൽ അത്ര സങ്കടത്തിൽ പറയാണ്. ആത്മഹത്യ ചെയ്യേണ്ടി ഘട്ടമോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ വേറെ വല്ല പ്രവർത്തിയും ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് തുഴഞ്ഞിട്ടുള്ളത് ഇവിടം വരെ. അതിനകത്ത് ഒരുപാട് പേര് നല്ല മനുഷ്യർ, ഒരുപാട് പേര് അവസ്ഥ കണ്ടിട്ട് സഹായിച്ചവരുണ്ട്. ഞാൻ റോഡേയൊക്കെ പാലെടുത്തിട്ടൊക്കെ പോണ കോലം നിങ്ങൾ കണ്ടാൽ ആരും സഹിക്കില്ല. ഇപ്പം നമ്മളൊന്നും ഒരുങ്ങിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഒരുങ്ങുന്നത്? അല്ലാഹു സത്യം, ഒരു പൗഡർ പോലും ഞാൻ എൻ്റെ മുഖത്ത് ഉപയോഗിക്കില്ല. അത്രയ്ക്ക് ഞാൻ മാന്യതയിൽ കഴിയുന്ന ഒരു രീതിയിലാണ്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി എൻ്റെ നിവർത്തിയില്ലായ്മ കൊണ്ടാണ്. ഈ മക്കളെ വളർത്തുന്നതിന് ഒരു കടമ്പയുണ്ട്, അത് ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരിയല്ല. ഈ മക്കളെ വളർത്തുന്നതിന് നല്ല കാര്യമുണ്ട്. എൻ്റെ 2ാമത്തെ മോൻ്റെ കാര്യം ഞാൻ എൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം ഞാൻ ഒരുവിധമൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ആരും ഇല്ലായിരുന്നു മോനിക്ക് പല്ല് റൂട്ട് കനാൽ ഏതും ബിഹേവിയറിലൊക്കെ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു ഒന്നും സഹായിക്കാൻ, ആരും ഇല്ലായിരുന്നു. അത്രയും വിഷമിച്ചവരാണ്. ദയവേത് എന്നെ ദ്രോഹിക്കാൻ വരരുത്, ഇല്ലേ ഇല്ല, അത്ര തന്നെ. ഇപ്പം തന്നെ ഞാൻ ഒരുപാട് സങ്കടത്തിലും പ്രയാസത്തിലും കഴിയുന്ന ഒരു വ്യക്തിയാണ്. അത് എൻ്റെ സങ്കടം എനിക്കറിയത്തുള്ളൂ. ഞാനിപ്പം ആരെന്തിനൊക്കെ പറഞ്ഞാലും ഏവരെന്തിനൊക്കെ പറഞ്ഞാലും എനിക്കൊരു സത്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഇതുവരെ ഒരു അനാവശ്യം യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുമില്ല, ഞാൻ ബന്ധുക്കളെ ഭാര്യ ഉൾപ്പെടുത്തിയിട്ടുമില്ല. അത്രയും പറയുന്നിടത്തോളം കാലം എൻ്റെ ഇത്രയും സങ്കടം. ഞാൻ ഒരുപാട് കച്ചവടങ്ങൾ വരെ തുടങ്ങിയിട്ടുണ്ട്. ഇവരെ 3 പേരെ വളർത്തുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. പറയണവർക്ക് എല്ലായിടത്തും നിന്ന് അഭിപ്രായം പറയാൻ പറ്റും. എന്നെ ഇനി ആര് കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും ശരി തന്നെ, എന്ത് വന്നാലും ശരി തന്നെ.
എനിക്ക് ബാധ്യസ്ഥതയാണ് എനിക്ക് ഈ പിള്ളേരെ വളർത്തണമെന്ന്. എനിക്കിപ്പോൾ ഈ വീടായില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് അള്ളാഹു ഈ ഭൂമിയിൽ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഏകോ അവർക്ക് ഇതാവും. എനിക്ക് വേണമെങ്കിൽ എൻ്റെ തന്നിഷ്ടത്തിന് നടക്കാം. അപ്പോഴും അങ്ങനെയല്ല ഞാൻ നടക്കുന്നത്. എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ച് പറയണ നാട്ടുകാർക്കൊക്കെ എല്ലില്ലാത്ത നാവുകൊണ്ട് എന്തെങ്കിലും പറയാമല്ലോ. അതൊന്നുമല്ല ജീവിതം എന്ന് പറയണത്. അവനവൻ്റെ മുറ്റത്ത് വരുമ്പോഴേ ആ സങ്കടം അറിയത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞാൻ പറയണേ, എന്നെ മാനസികമായിട്ട് വേദനിപ്പിക്കാൻ വരരുത്. ബേക്ക് ക്യാമറ ഇട്ടതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തൂല. ഇനി അതെന്തിൻ്റെ രീതിയിൽ എന്നെ റബ്ബ് പരീക്ഷിച്ചാലും ശരി തന്നെ, ഇനി ആരെന്തരൊക്കെ പറഞ്ഞാലും ശരി തന്നെ, യൂട്യൂബ് ചാനൽ ഞാൻ നിർത്തൂല. ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ല. ഇപ്പം തന്നെ എനിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്. നിങ്ങളായിട്ട് മുഴുവൻ ഭ്രാന്തിയാക്കരുത്, ഇത്രയും ഞാൻ പറയണുള്ളൂ.